Hi everyone, welcome back to Wisdom Academy classes. So we are back with yet another session of trigonometry. അപ്പോൾ ട്രിഗണോമെട്രിയുടെ ഏറ്റവും ലാസ്റ്റ് എക്സസൈസ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ പഠിക്കുകയാണെങ്കിലും ഏറ്റവും വെയിറ്റേജ് കൂടുതൽ കൊടുത്ത് പഠിക്കേണ്ടതും ഈ ഒരു എക്സസൈസ് ആണ്. കാരണം വെയിറ്റേജ് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം ഈ ഒരു എക്സസൈസിലാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സസൈസ് ചെയ്ത് തന്നെ പഠിക്കാം. ഇവിടെ ഒരു 10 ക്വസ്റ്റ്യൻസ്, നിയർ അബൌട്ട് 10 ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇതിന് പുറമെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്യൂബീസും EQ ഷീറ്റ്സും അതേമാതിരി തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നൊക്കെ ഒന്ന് ചെയ്ത് പഠിച്ച് നോക്കി നോക്കുക. ബിക്കോസ് നമുക്ക് ഒരു സ്റ്റെപ്പ് നമ്മളുടെ ഇവിടെ ചെയ്യുന്നത് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കറസ്പോണ്ടിങ്ങിലി ബാക്കി എല്ലാ സ്റ്റെപ്പും തെറ്റിപ്പോകും. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് നന്നായി തന്നെ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ് കേട്ടോ. അതായത് അഞ്ചാമത്തെ മെയിൻ സെക്ഷനിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കി നോക്കാം. tan theta divided by 1 minus cot theta plus cot theta divided by 1 minus tan theta is equal to 1 plus sec theta into cosec theta എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അതായത് ഇത് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ വി ഹാവ് ടു ഗെറ്റ് ദിസ് RHS. അങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യണം. നോക്കി നോക്കാം. LHS നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഇവിടെ നോക്കി നോക്കുക. RHSൽ സീക്ക് കമ്പോണന്റും കൊസീക്ക് കമ്പോണന്റും ആണ് ഇരിക്കുന്നത് അല്ലെ. ഇവിടെ LHSൽ കോട്ടും ടാനും ആണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സീക്ക് കിട്ടാനായിട്ട് 1/cos വന്നാൽ മതി, കൊസീക്ക് കിട്ടാനായിട്ട് 1/sin വന്നാൽ മതി അല്ലെ. സോ നമ്മൾ ആദ്യം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാനിനെയും കോട്ടിനെയും ഇൻ ടേംസ് ഓഫ് കോസ് ആൻഡ് സൈൻ മാറ്റാൻ പോവാണ്. സോ ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ എന്നാണ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഡിവിഷൻ 1 മൈനസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഓക്കെ, അപ്പൊ എന്താണ് ചെയ്തത്? കോട്ടിനെയും ടാനിനെയും ഇൻ ടേംസ് ഓഫ് സൈൻ ആൻഡ് കോസ് മാറ്റി. കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ബൈ സൈനും, ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സൈൻ ബൈ കോസും ആണ്. അത് മാറ്റി. നെക്സ്റ്റ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇത് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഡിവിഷൻ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? LCM മെത്തേഡ് അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യാണ്. ദാറ്റ് ഇസ് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഡിവിഷൻ സൈൻ തീറ്റ പ്ലസ് cos theta by sin theta division cos theta minus sin theta divided by cos theta എന്ന് വന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഡിനോമിനേറ്ററിൽ ജസ്റ്റ് കോമൺ LCM ആക്കാൻ വേണ്ടിയിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഈ ഒരു സൈൻ തീറ്റ നമ്മൾ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ, അതായത് ഡിനോമിനേറ്റർ ഒരു ഫ്രാക്ഷൻ വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. സോ ദിസ് സൈൻ വിൽ കം ടു ദ ടോപ്പ്. സൈൻ ഇൻറ്റു സൈൻ എന്തായി മാറി? സൈൻ സ്ക്വയർ തീറ്റ ആയിട്ടോ. റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ ചെയ്തത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ പ്ലസ് കോസും വരുമ്പോൾ കോസ് ഇൻറ്റു കോസ് ദാറ്റ് ഇസ് കോസ് സ്ക്വയർ തീറ്റ ഡിവിഷൻ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. ഓക്കെ, ഇവിടെ നമ്മളുടെ ഈ ഒരു LCM എടുത്തപ്പോൾ ഡിനോമിനേറ്റർ വീണ്ടും ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അല്ലേ. എന്താണ് പ്രശ്നം? ഇവിടെ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റയും ഇവിടെ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റയാണ്. അപ്പൊ നമ്മൾ ആദ്യം ബ്രാക്കറ്റിന്റെ ടേംസ് എന്താക്കുക? സെയിം ആക്കുക. അതായത് A മൈനസ് B ഇസ് ഈക്വൽ ടു B മൈനസ് A ഇഫ് യു ആർ മൾട്ടിപ്ലൈയിങ് ഇറ്റ് വിത്ത് എ നെഗറ്റീവ് സൈൻ അല്ലെ. ഇത് കറക്റ്റ് അല്ലേ? ഇപ്പൊ നിങ്ങൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് B വരും, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്തായി? പോസിറ്റീവ് A. അപ്പൊ സോ ദാറ്റ് ഇസ് A മൈനസ് B itself. അതായത് ഒരു A മൈനസ് B B മൈനസ് A ഉണ്ടെങ്കിൽ B മൈനസ് Aനെ A മൈനസ് B ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു നെഗറ്റീവ് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ തീറ്റ ഡിവിഷൻ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഡിവിഷൻ ഒരു നെഗറ്റീവ് വെച്ച് നമ്മൾ ഈ ഒരു ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ. നമുക്കറിയാം ഡിനോമിനേറ്ററിൽ ഒരു നെഗറ്റീവ് കടന്നു കഴിഞ്ഞാൽ അതിനെ ന്യൂമറേറ്ററിലാക്കി എഴുതുന്നതുകൊണ്ട് ആ ഒരു ഫ്രാക്ഷനിൽ ഒരിക്കലും ഒരു വ്യത്യാസം വരുന്നില്ല അല്ലെ. 1/-2 എന്ത് തന്നെയാണ്? -1/2 തന്നെയാണ്. സോ പൊളാരിറ്റി ഡിനോമിനേറ്ററിലായാലും ന്യൂമറേറ്ററിലായാലും എഫക്റ്റ് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. സോ ഐ എം ടേക്കിംഗ് ദിസ് നെഗറ്റീവ് ടു
numerator, that is sin square theta division cos theta into sin theta minus cos theta minus cos square theta division sin theta into sin theta minus cos theta. Sorry. Okay, sin theta minus cos theta. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? വീണ്ടും നമ്മൾ ഒന്നും കൂടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോവാണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഇവിടെ ഓൾറെഡി ഡിനോമിനേറ്ററിൽ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഉണ്ട്. ഇനി ഇവിടെ ഒരു സൈൻ തീറ്റയും കൂടെ ആവശ്യമുള്ളൂ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? സൈൻ സ്ക്വയർ ഇൻറ്റു സൈൻ, ദാറ്റ് ഇസ് സൈൻ ക്യൂബ് തീറ്റ. എന്താണോ ആവശ്യമുള്ളത് ആ ഒരു ടേം വെച്ച് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബിക്കോസ് ദിസ് ടേം ഈ ഒരു ടേമുമായിട്ട് എന്താണ് സെയിം തന്നെയാണ്. അപ്പൊ അത് LCM വരുന്നില്ല. മൈനസ് cos square theta into cos theta, it is cos cube theta division sin theta cos theta into sin theta minus cos theta. Okay, അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? ഒന്നും കൂടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. sin square into sin, that is sin cube theta, cos square into cos, it is cos cube theta. അപ്പോൾ ഇത്രയും നമ്മളുടെ വന്നു കഴിഞ്ഞു. ഇനി so numerator is of the form a cube minus b cube. a cube minus b cube in the formula എന്താണ്? It is a minus b into a square plus ab plus b square. അപ്പോൾ നമ്മൾ ഇതൊക്കെ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ള ഫോർമുലാസ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് ഇസ് ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 9th പഠിച്ചിട്ടുള്ള ഫോർമുലാസ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ സിംപ്ലിഫിക്കേഷൻ ആവശ്യം വരും കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾ ഏത് ഐഡന്റിറ്റി ആണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് സൈഡിൽ എഴുതിയും വെക്കണം. സോ ദാറ്റ് ഈസ് sin theta minus cos theta into എയുടെ സ്ഥാനത്ത് സൈൻ ആണ്, ബിയുടെ സ്ഥാനത്ത് കോസ് ആണ്. സോ നമ്മൾ എ സൈൻ തീറ്റ കൊടുക്കുന്നു, ബി എന്താണ് കോസ് തീറ്റ കൊടുക്കുന്നു, ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കറക്റ്റ് ആക്കി തന്നെ ചെയ്യാം. ഡിവിഷൻ sin theta cos theta into sin theta minus cos theta. കുറച്ച് ലെങ്തി പ്രോബ്ലം ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്ത് തന്നെ പഠിക്കാൻ പറയുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് ഒക്കെ നമുക്ക് ആ കോസും സൈനും ആക്കണമെന്ന് ഓർമ്മ വന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് തന്നെ വർക്ക്ഔട്ട് ചെയ്യാം. നെക്സ്റ്റ് sin theta minus cos theta, sin theta minus cos theta നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ നമ്മൾ ഐഡന്റിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒരു ഐഡന്റിറ്റീസ് സെക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്? 1 ആണ്. സോ ഇറ്റ് ഈസ് 1 പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ ഡിവിഷൻ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. നമുക്കറിയാം എക്സ് പ്ലസ് വൈ ഹോൾ ഡിവൈഡഡ് ബൈ സെഡ് ഇസ് ഈക്വൽ ടു എക്സിന് നമുക്ക് ഈ ഇസെഡ് എന്ന് പറഞ്ഞ ഡിനോമിനേറ്റർ കൊടുക്കാം. അതേമാതിരി തന്നെ വൈന് നമുക്ക് എന്ത് കൊടുക്കാം? ഇസെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിനോമിനേറ്റർ കൊടുക്കാം. ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ ഡിവിഷൻ സൈൻ തീറ്റ കോസ് തീറ്റ. ഓർ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ 1 ആയി മാറി. നെക്സ്റ്റ് എന്താണ്? 1 ബൈ സൈൻ തീറ്റ എന്താണ്? ഇറ്റ് ഈസ് കോസീക് തീറ്റ. ആൻഡ് 1 ബൈ കോസ് തീറ്റ എന്താണ്? സീക് തീറ്റ ആണ്. ഇതായിരുന്നില്ലേ നമ്മളുടെ RHS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു LHS ഇസ് ഈക്വൽ ടു 1 പ്ലസ് സീക് തീറ്റ കോസീക് തീറ്റ ആണ് പ്രൂവ് ചെയ്യണമായിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് 4th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Fourth question. One plus ck divided by ck is equal to sin square a division 1 minus cos a എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ LHS ഉം RHS ഉം ഒന്ന് നോക്കി നോക്കാം. LHS 1 പ്ലസ് സീക്ക് ആണ്, RHS സൈനും കോസും ആണ് കിടക്കുന്നത്. നമുക്കറിയാം സീക്ക് ഇൻ ടേംസ് ഓഫ് കോസ് റെപ്രസെന്റ് ചെയ്യാൻ നമുക്കറിയാം അല്ലെ? അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. LHS നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ആൻഡ് വി ആർ റീപ്ലേസിങ് സീക്ക് വിത്ത് കോസ് ടേം ആയിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോവാണ്.
അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് LHSും RHSും ഒന്ന് നോക്കി നോക്കുക. LHSൽ ഏത് ടേമിനെ RHSലേക്ക് ആദ്യം എത്തിക്കാൻ പറ്റും എന്ന് നോക്കി നോക്കുക. അതിന് വേണ്ടിയിട്ട് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്യേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വഴി കിട്ടാണ്ടിരിക്കില്ല. അപ്പൊ ആദ്യം സീക്കിന് നമ്മൾ എന്ത് ചെയ്യുന്നു, കോസിലേക്ക് മാറ്റുന്നു. ദാറ്റ് ഇസ് 1 + 1 by cos A ഡിവിഷൻ 1 by cos A എന്ന് വന്നു. ഓർ ദിസ് ഇസ് cos A + 1 ഡിവിഷൻ cos A അല്ലെ. ന്യൂമറേറ്ററിനെ കോമൺ LCM എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, cos A + 1 ഡിവിഷൻ cos A ഇൻറ്റു റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഈ ഒരു cos Aയും ഈ ഒരു cos Aയും കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇറ്റ് ഈസ് 1 + cos A. ഓക്കെ, ഇപ്പൊ 1 + cos A ആണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മളുടെ ഈ ഒരു LHSൽ കിട്ടിയിട്ടുള്ളത് അല്ലെ. ഇപ്പൊ LHS മാക്സിമം സിംപ്ലിഫൈഡ് ഫോം ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട RHSലേക്ക് എത്തിയിട്ടുണ്ടോ, ഇല്ല. ബിക്കോസ് LHSൽ സൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം തന്നെ വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ RHS എടുക്കാൻ പോവാണ് കേട്ടോ. ചില കേസിൽ നമ്മൾ LHSും RHSും സെപ്പറേറ്റ് എടുത്ത് സോൾവ് ചെയ്തിട്ട് ഫൈനൽ സ്റ്റെപ്പ് രണ്ടും ഈക്വൽ ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളുടെ ഉത്തരം ശരി തന്നെയാണ്. എപ്പോഴും നമുക്ക് LHS സോൾവ് ചെയ്ത് വരുമ്പോൾ RHS കിട്ടണമെന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് LHSും RHSും എടുത്ത് സോൾവ് ചെയ്യാം. എല്ലാം സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന ആൻസേഴ്സ് LHSും RHSും ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ RHS ഇത് sin² A ഡിവിഷൻ 1 - cos A ആണ്. നമുക്കിപ്പോ ഇവിടെ LHS സോൾവ് ചെയ്തപ്പോൾ കോസിന്റെ ടേമിലാണ് കിട്ടിയിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം sin² എന്ത് ചെയ്യണം, cos² ടേമിലാക്കണം. sin² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് 1 - cos² A ആണ് അല്ലെ. ബിക്കോസ് sin² A + cos² A എന്താണ്, 1 ആണ്. ഓർ sin² is equal to 1 - cos² A ഡിവിഷൻ 1 - cos A. ഇനി നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഇവിടെ എല്ലാം 1 - cos എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ആൻസർ വന്നിട്ടുള്ളത് 1 + cos എന്നാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ന്യൂമറേറ്റർ ആക്ച്വലി എന്താണ്, A² - B² ആണ് അല്ലെ. ദാറ്റ് ഈസ് A + B ഇൻറ്റു A - B. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1 + cos A ഇൻറ്റു 1 - cos A. നിങ്ങൾ ഐഡന്റിറ്റീസ് ഒക്കെ സൈഡിൽ വേണം എഴുതാനായിട്ട്. ഞാൻ ഇപ്പൊ കമ്പയർ ചെയ്ത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് അതിന്റെ മുകളിൽ എഴുതിയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ എഴുതുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഡന്റിറ്റി ഒരു ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി. ഡിവിഷൻ 1 - cos A. മുകളിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 1 - cos A ഉള്ളത് കൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് കളയുന്നു. ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1 + cos A ആണ്. ഇതിന് നമുക്കൊന്നും സിംപ്ലിഫൈ ചെയ്യാനില്ല. ബിക്കോസ് LHS സിംപ്ലിഫൈ ചെയ്ത് കിട്ടിയ ആൻസർ തന്നെയാണ് RHS സെപ്പറേറ്റ് സിംപ്ലിഫൈ ചെയ്തപ്പോഴും കിട്ടിയിട്ടുള്ളത്. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് LHS is equal to RHS. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും, LHS is equal to RHS എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് ഇസ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾ തന്നെയാണ്. അപ്പൊ ആ വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾ ആണ്. അതായത് ഈ ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നത്തെ വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾ ആണ്. ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് നോക്കിയിട്ട് അതേ സെയിം പ്രൊസീജിയറിൽ തന്നെ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കി നോക്കൂ. കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ പറയാം, നമ്മളിത് സോൾവ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, സോ വി ആർ മൂവിങ് ഓൺ ടു 6th ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. Sixth question. Prove that 1 + sin A division 1 - sin A is equal to CK + tan A. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ റൂട്ട് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു പരിധിയിൽ വരെ നമുക്ക് ഈ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടുന്നതാണ്. ഓക്കെ, ഒരു പരിധിയിൽ വരെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഉറപ്പ് പറയുന്നില്ല. ഒരു പരിധി വരെയുള്ള റൂട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താവുന്നതേ ഉള്ളൂ.
ഓക്കെ, അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെയൊന്നും നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഒരു പരിധി വരെ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അല്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പൊ എന്തെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൻസറിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. അല്ലാത്ത രീതിയിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുവിധം നമുക്ക് ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. നമുക്ക് നോക്കി നോക്കാം. കോൺജുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ആദ്യം ചെയ്യുന്നത്. So it is 1 plus sin A division 1 minus sin A into 1 minus sin A യുടെ കോൺജുഗേറ്റ് എന്താണ്? It is 1 plus sin A. വീണ്ടും 1 plus sin A. Okay. 1 plus sin A into 1 plus sin A എന്താണ്? 1 plus sin A the whole square എന്ന് എഴുതാം അല്ലേ? Okay. നെക്സ്റ്റ് എന്താണ്? ഇറ്റ് ഇസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്താണ്? ഇറ്റ് ഇസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ ഇതെന്തായിരിക്കും? 1 മൈനസ് സൈൻ സ്ക്വയർ എന്നായിരിക്കും. ഹോൾ റൂട്ട് ഉണ്ട്. റൂട്ട് ഒരിക്കലും കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വെച്ചാൽ റൂട്ട് പോവില്ല കേട്ടോ. സോ റൂട്ട് അവിടെ തന്നെ ഉണ്ട്. നെക്സ്റ്റ് 1 പ്ലസ് സൈൻ എ ദ ഹോൾ സ്ക്വയറിന് നമ്മൾ അങ്ങനെ തന്നെ വെക്കാം. എക്സ്പാൻഷനും കാര്യങ്ങളൊന്നും ഇപ്പൊ ചെയ്യണ്ട. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് വെച്ച് എക്സ്പാൻഡ് ചെയ്യരുത്. അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. 1 മൈനസ് സൈൻ സ്ക്വയർ എന്താണ്? കോസ് സ്ക്വയർ ആണ്. നമുക്ക് ഇവിടെ സീക്കിന്റെ കമ്പോണന്റ് വേണം അല്ലെ? സീക്കിന്റെ കമ്പോണന്റ് വേണമെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിൽ എന്ത് വന്നേ പറ്റുള്ളൂ? കോസിന്റെ കമ്പോണന്റ് വന്നേ പറ്റുള്ളൂ. സോ 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ് സ്ക്വയർ ആണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യാം? നമ്മളുടെ റൂട്ട് കളയുക. റൂട്ട് കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ എന്തായിരിക്കും വരുന്നുണ്ടാവുക? 1 പ്ലസ് സൈൻ എ ദ ഹോൾ സ്ക്വയറിന്റെ റൂട്ട് എന്താ വരിക? 1 പ്ലസ് സൈൻ എ അല്ലേ? ആ ഒരു സ്ക്വയർ അങ്ങോട്ട് പോയിക്കോളും. എക്സ് സ്ക്വയറിന്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട്? സിംപ്ലി എക്സ്. അതേമാതിരി തന്നെ 1 പ്ലസ് സൈൻ എ ദ ഹോൾ സ്ക്വയറിന്റെ റൂട്ട് 1 പ്ലസ് സൈൻ എ ആണ്. കോസ് സ്ക്വയർ എയുടെ റൂട്ട് എന്താണ്? കോസ് എ ആണ്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ രണ്ട് ടേമിലേക്കും എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. 1 ബൈ കോസ് എ പ്ലസ് സൈൻ എ ബൈ കോസ് എ. 1 ബൈ കോസ് എന്താണ്? സി കെ ആണ്. സൈൻ എ ബൈ കോസ് എ എന്താണ്? ടാൻ എ ആണ്. അപ്പോൾ എന്താണോ എൽ എച്ച് എസ് സ്റ്റാർട്ട് ചെയ്ത് ആർ എച്ച് എസ് വേണ്ട ആർ എച്ച് എസിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് അല്ലെ? സി കെ പ്ലസ് ടാൻ എ ആണ് നമുക്ക് വേണ്ടത്. അത് തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പരിധിയിൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത ആൻസേഴ്സ് കിട്ടാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് എടുക്കുക. ഇതേമാതിരി കോൺജുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കി നോക്കുക. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏതെങ്കിലും ഒക്കെ ടേമിനെ മാറ്റിയിട്ട്, അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും ഉത്തരത്തിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ റൂട്ട് ക്വസ്റ്റ്യൻസ് വളരെ ടഫ് ഒന്നുമല്ല. പക്ഷെ ഈ റൂട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. CBSE ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഈ റൂട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. സോ അപ്പോൾ ഈ ഒരു സെഷൻ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. പെൻഡിങ് ആയിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ബൈ, താങ്ക് യു.